അരക്കിട്ടിളക്കാം, ടാക്സ് തീരുമാനിക്കാം. കൺഫ്യൂഷനൊന്നും വേണ്ട. അമിതവണ്ണത്തിന് ടാക്സ് ഏർപ്പെടുത്തിയിട്ടുള്ള ജപ്പാനിലെ മെറ്റബോലോയെ പറ്റിയാണ് പറയുന്നത്. കേൾക്കുമ്പോൾ ഈ പൊണ്ണത്തടി നയം അല്പം സെൻസിറ്റീവായിട്ടൊക്കെ തോന്നാം. പക്ഷേ സ്വന്തം പൗരന്മാരുടെ ഫിറ്റ്നസ് സ്റ്റേബിൾ ആക്കാനുള്ള ഒരു പൊതുജനാരോഗ്യ സംരംഭമാണിത്. പൗരന്മാരുടെ അരക്കെട്ടിന് ഒരു ലിമിറ്റ് അല്ലെങ്കിൽ അളവ് നിശ്ചയിക്കുകയാണ് ഈ മെറ്റബോലോ ശരിക്കും ചെയ്യുന്നത്. ലോ പറയുന്നത് പുരുഷന്മാർക്ക് 33.5 ഇഞ്ചും സ്ത്രീകൾക്ക് 35.4 ഇഞ്ചും അരക്കെട്ട് കവിയരുതെന്നാണ്. ഇതറിയാനായി എല്ലാ വർഷവും ഹെൽത്ത് ചെക്കപ്പ് നടത്തും, പരിശോധിക്കും. പക്ഷേ ഉദ്ദേശം നല്ലതാണേ. ഡയബറ്റീസ്, BP, ഹാർട്ട് ഇഷ്യൂസ് പോലുള്ള മെറ്റബോളിക് സിൻഡ്രോമുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും ഒഴിവാക്കണം. അത്രയേ ഉള്ളൂ. ഈ മെറ്റബോലോ എന്ന പേരും അങ്ങനെ തന്നെ ഉണ്ടായതാണ് കേട്ടോ. ഇനി ഈ ലിമിറ്റ് അല്ലെങ്കിൽ അളവ് കൺട്രോൾ ചെയ്ത് നിർത്താൻ തീരെ പറ്റാത്തവരുണ്ട്. അവർക്കത് ലിമിറ്റിലാക്കാൻ 3 മാസവും എന്നിട്ടും സാധിക്കാത്തവർ കാണും. അവർക്ക് ചില ഭക്ഷണ മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകും. 6 മാസത്തെ ചെക്കപ്പിന് ശേഷവും ശരീരഭാരം കുറയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് കൂടുതൽ അവയർനെസ് നൽകി പ്രോത്സാഹനം തുടരേണ്ടതാണ് എന്നാണ് നയം. മെറ്റബോലോയുടെ ഒരു പ്രത്യേകത എന്താണെന്നപ്പോൾ നമ്മൾ ചോദിക്കും. ഈ നിയമം തെറ്റിക്കാതെ നോക്കേണ്ടത് വേറെ ആരുമല്ല, അതായത് ജപ്പാൻ പൗരന്മാരല്ല, ജപ്പാനിലെ തൊഴിലുടമകൾ അഥവാ എംപ്ലോയീസ് ആണ്. ഓരോ എംപ്ലോയിയുടെയും ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിൽ പങ്കാളികളാകേണ്ടത് അവരാണ്. മൊത്തം തൊഴിലാളികളുടെ നിശ്ചിത ശതമാനം പേർ ഈ ഒരു പരിധിക്കുള്ളിൽ അല്ലെങ്കിൽ പിഴ അടയ്ക്കേണ്ടത് തൊഴിലുടമയും പ്രാദേശിക ഭരണകൂടവുമാണ്. മെറ്റബോലോ എന്ന ഈ നികുതി 2008 മുതൽ ജപ്പാനിലുണ്ട്. നികുതി ചുമത്തിക്കൊണ്ട് അമിതവണ്ണത്തെ വിജയകരമായി നേരിടുന്ന ലോകത്തിലെ ഒരേ ഒരു രാജ്യമാണിത്. മറ്റ് രാജ്യങ്ങളുമായി കമ്പയർ ചെയ്യുമ്പോൾ ജപ്പാനിലെ പൊണ്ണത്തടി പ്രശ്നം പൂജ്യത്തിലേക്കൊന്നും എത്തിയിട്ടില്ലെങ്കിലും ഗണ്യമായും നിയന്ത്രണത്തിലാണെന്ന് പറയാം. ജോലി ജീവിതത്തിൽ എക്കാലത്തും പ്രധാനമായ സ്ഥിതിക്ക് ജോലി ചെയ്യുമ്പോൾ തന്നെ ആരോഗ്യവും നോക്കുന്നത് നല്ലൊരാശയമല്ലേ?